ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. മത്സരം കേട്ടോ, കട്ട മത്സരം. പോടാന്നോ പേടിച്ചിട്ടാ പോടാറിന്. ഇവര് ടോസ് ഇടാൻ അറിയില്ല കേട്ടോ. കയ്യിൽ കിട്ടിയായിരുന്നോ? കണ്ടോ, കൈ കിട്ടിയിട്ടില്ല. നടയെ കൊണ്ടിട്ടിട്ട് കയ്യിലോ ഹെഡോ പിടിച്ചു. ഹെഡ് ടൈല് എടുത്തോ. പോടാ. ഇവനിടാനും അറിയില്ല, എനിക്ക് വിളിക്കാനും അറിയില്ല. മത്സരം അതന്നെ പറഞ്ഞു. ഫസ്റ്റ് ജീനി സിനിമയുടെ ജയന്റവി മൂവിയാണ്. സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഭുവനേഷ് അർജുനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഭൂതമായിട്ട് തന്നെയാണ്. ആശാൻ കുറെ മാലാകമാരും. ഓക്കെ, എന്താവും അറിയില്ല കേട്ടോ. ശരിക്കും മാലാക വാമിക എന്തായാലും 100 കോടി ബഡ്ജറ്റിലാണ് വരുന്നത്. എന്താണോ എന്തരോ ചെയ്യാൻ പോകുന്നത്. ഫുള്ള് ആകാശത്തെ കളി. ഓക്കെ, അടുത്ത കിഴി RC-17. എൻ്റെ മോനെ, RC-17 അനൗൺസ് ചെയ്തു. മൈത്രി മൂവി മേക്കേഴ്സ് ഇവരാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് സുകുമാർ, അതായത് നമ്മുടെ പുഷ്പയുടെ സംവിധായകൻ. DSP ആണ് മ്യൂസിക്. 2 കുതിര അതാ നിൽക്കുന്നു. അതായത് 2 വമ്പന്മാർ ഒരുമിക്കുന്നു എന്നുള്ളതാണ് RC-17. വമ്പൻ സിനിമകളാട്ടോ അല്ലേ രാംചരന്? സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഓൺ ദ വേയിലാണ്. വെങ്കട് പ്രഭു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഗോകുലം മൂവീസ് തന്നെയായിരിക്കും ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം കേരള ഡിസ്ട്രിബ്യൂഷൻ ഗോട്ടിനെടുക്കുന്നത്. അതായത് വിജയുടെ അടുത്ത ചിത്രം കേൾക്കുന്നുണ്ട്, കൺഫേം ആയിട്ടില്ല, വരുമായിരിക്കും. അന്യായം പണ്ണല്ലേ എന്നാണ് നമ്മുടെ വെങ്കട് പ്രഭു പറഞ്ഞിട്ടുള്ളത്. സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കൊടുക്കും, സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസരം കൊടുക്കും, എന്നിട്ടല്ലേ അപ്ഡേറ്റില്. ഓക്കെ, അടുത്ത കിഴി കാവ്യ ഫിലിമിന്റെ അടുത്ത സിനിമയുടെ കാസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ആരുടെ സിനിമയാണെന്നുള്ളത്. ഹരിഹരൻ നടന് ആരെങ്കിലും ആയിരിക്കും, മമ്മൂക്കയോ മോഹൻലാലോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായ റൂമറുകൾ കേൾക്കുന്നുണ്ട്. കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നമ്മൾ അന്വേഷിച്ചറിഞ്ഞത് മമ്മൂട്ടിയുടേതല്ല. അതെന്തായാലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അടുത്തത് ഹനുമാൻ. സിനിമയുടെ 3 ലാംഗ്വേജിലുള്ള OTT റിലീസ്. ഹിന്ദി ഓൾറെഡി വന്നതാണ്. തമിഴ്, മലയാളം, കന്നഡ 3 എണ്ണം കൂടി വരുന്നുണ്ട്. April 5 Disney+ Hotstar-ൽ. April 5 അല്ലേ? ഓക്കെ, അടുത്ത കിഴി ടർബോ. അടിപിടി ജോസിന്റെ ടീസർ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈസ്റ്റർ സ്പെഷ്യലായിട്ടായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് പോസ്റ്റർ, അതായത് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഉണ്ടല്ലോ, അതൊരു കവർ ആക്കിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി. അതിനർത്ഥം ഉടൻ വരും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് ടീസറാണോ സിനിമയാണോ അതാണ് ചോദ്യം. പറയാൻ പറ്റില്ല. കമ്മിങ് സൂൺ, ഉടൻ ഒരു സിനിമ. അങ്ങനെയാണ്, സിനിമ May 9 അത് ഉറപ്പിച്ചതല്ലേ? അല്ല, അവർ കൊടുത്തിരിക്കുന്നത് സിനിമ ഉടൻ വരുന്നു എന്നുള്ളതിന്റെ രീതിയിൽ കമ്മിങ് സൂൺ എന്ന ഉദ്ദേശമാണോ? ഉദ്ദേശം ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, അതൊക്കെ പറയാൻ പറ്റില്ല. പെട്ടിങ് കടക്കൊക്കെ എടുത്തു. കങ്കുവ സിനിമയുടെ കടുവ, അതായത് ഒരു ഫൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടുവേനെ വെച്ചിട്ടുള്ള, അത് VFX അല്ല, ഒറിജിനൽ ആയിട്ടുള്ള കടുവ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സംഭവം തന്നെയാണ് എന്ന് ധനഞ്ജയൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീൻ സ്റ്റുഡിയോന്റെ ഗ്രീൻ സ്റ്റുഡിയോ അല്ലല്ലോ, സ്റ്റുഡിയോ ഗ്രീൻ ആണ്. സ്റ്റുഡിയോ ഗ്രീൻ ഇപ്പൊ കറക്റ്റായി. അപ്പോൾ ധനഞ്ജയനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് അപ്ഡേറ്റ്സ് കൊടുത്തോ കുറച്ച് മുൻപ്. അതായത് തായ്ലാൻഡിലാണെന്ന് തോന്നുന്നു. അവിടെ കടുവയെ ഒറിജിനൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റില്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ലൊക്കേഷൻ സ്റ്റിൽ. പക്ഷേ അതിപ്പോ ഒന്നും കൂടി ഒരു പവറായി എന്ന് മാത്രം. അതായത് ചിലരത് VFX ആണെന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെ കരുതണ്ട. ഓക്കെ, അടുത്ത കിഴി. അതില് മുതലല്ലേ, അത് VFX അല്ല, അത് ഒറിജിനലാടാ. അത് കഴിച്ച് കീറുക, അല്ലെങ്കിൽ അതിനെങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് STR-48. നമ്മുടെ STR നായകനാകുന്ന 48ാമത്തെ ചിത്രത്തിന്റെ VFX വർക്കുകൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ അനൗൺസ്മെന്റ് ആണ് വരാൻ പോകുന്നത്. ഉടനടി അതിന്റെ അനൗൺസ്മെന്റ് എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. തലൈവർ 171 വിജയ് വന്നു, സൂര്യ വന്നു, തലൈവർ വന്നു. ഇനി ആരെങ്കിലും വേണോ? നിനക്ക്
എന്താണെങ്കിലും തലൈവർ 171-ന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഒരു 3-4 മാസം കൊണ്ട് ഉണ്ട്. അതിനുശേഷം 4-5 മാസം വേണ്ടി വരുന്നതാണ് ആള് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? എന്തായാലും ജൂണിൽ സിനിമ ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെടാ. ഞാനും കരുതി എവിടെ പോയി. അവിടെ ഇരിക്കാം. പിടിക്കല്ലേ, പാവാണ്. പോന്നോട്ടെ. ഓക്കെ, അടുത്ത കിഴി കീറി കൈദി 2. കീറും. കീറിയ കൈദി 2 എന്നല്ല അളിയ, കീറിയ കൈദി 2 എന്നല്ല കേട്ടോ, കൈദി 2. കൈദി 2 സിനിമ, അതായത് ഇപ്പം മച്ചാൻ പറഞ്ഞല്ലോ തലൈവർ 171-നെ കുറിച്ച്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ 1 മാസത്തിനുള്ളിൽ കൈദി 2 തുടങ്ങും എന്നുള്ളതാണ്. ലോകേഷ് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള എന്താണ് സ്പീഡ് എന്നുള്ളതാണ്. അതൊരു സത്യം. അല്ല, കൊള്ളാം, നടക്കട്ടെ. ഓക്കെ, അടുത്തത് ഐഡന്റിറ്റി. സിനിമയുടെ ക്ലൈമാക്സ് ആക്ഷൻ സീന് ഷൂട്ട് നടക്കാൻ പോവാണ്. അതായത് നമ്മുടെ എന്താണ് പറയാ, പേര് മറന്നു, യാനിക് ബെൻ ആണ് അവരുടെ ടീമാണ് ഈ സിനിമയുടെ ഈ ആക്ഷന്റെ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അവരാണോ തെറ്റിയത്? അല്ല, അവര് തെറ്റിയതല്ല, ഞാൻ എൻ്റെ ഒരു ഇത് പ്രകടിപ്പിച്ചതാണ്. ആട്ടിച്ച് പല നിർമ്മിക്കട്ടോ. തോറ്റ് നിൽക്കുമ്പം അങ്ങനെ പലതും ഉള്ളിൽ തോന്നും. ഒരു കുഴപ്പമില്ല, പറഞ്ഞു. ഓക്കെ, കതിരവൻ സിനിമ കൺഫേം ആയി. സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബറിൽ നടക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? ന്യൂസ് കേട്ടപ്പോൾ സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷെ നടക്കൂല. ഇത് ഫേക്കാണ്. പലരും പലയിടങ്ങളിൽ ഇതിപ്പോ പറഞ്ഞു കേൾക്കുന്നുണ്ട്, വീണ്ടും പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരി വീണ്ടും എടുക്കുന്നത്. കതിരവൻ ഇല്ല, മമ്മൂട്ടിയെ വെച്ചില്ല. ഇനി വേറെ ആരെങ്കിലും വെച്ചിട്ട് കതിരവൻ ചെയ്യുമോന്ന് അറിഞ്ഞൂടാ. ഇനി മമ്മൂട്ടി തന്നെ ഇനി അറിയാണ്ടും കാണും, നമ്മളറിയാണ്ടും കാണും. അല്ലെ, നമ്മളറിയാൻ ഇപ്പൊ നമ്മളാലേ നമ്മളറിയിക്കാറുണ്ട്. അത് ശരിയാണ്. പറഞ്ഞു ആരും തെളിയിക്കാനും പോകുന്നില്ല. അത് സത്യം. ഞങ്ങളോട് പറയാണ്ട് നമുക്ക് അങ്ങനെ പുതിയൊരു സിനിമ സെലക്ട് ചെയ്യും എന്നുള്ള അതിന് നമുക്ക് അത്ര വിശ്വാസം പോരാ. പിന്നെ നമ്മളറിയാണ്ട് ഇനി ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. സംഭവം കതിരവനില്ല. നിനക്ക് നാണമുണ്ടോടാ? നിനക്ക് കലാപരമായ കഴിവുണ്ടോടാ? അതുണ്ട്. എന്താണെങ്കിലും തഗ് ലൈഫിൽ നിന്നും ജയൻ രവി പിന്മാറി എന്നുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. ആദ്യം DQ പിന്മാറി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ജയൻ രവിയും പിന്മാറി. എനിക്ക് തോന്നുന്നു സിനിമ മറ്റേ ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഇവരുടെ ഒരു കോൾ സംഭാഷണം എങ്ങനെയായിരിക്കും? ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയൻ രവിയും ദുൽഖറും സംസാരിച്ചു, എടാ ഞാൻ പോയിട്ടോ, നീ വേണമെങ്കിൽ ഇറങ്ങിക്കോ, എനിക്ക് കിട്ടൂല, നിനക്കും കിട്ടുന്നുണ്ടാവും. എടാ ആദി, എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല, നീ വലിയൊരു സങ്കടത്തിലേക്കാട്ടോ പോകുന്നതെന്ന് അറിയില്ലേ? കരയും കണ്ണു പറഞ്ഞു. ഓക്കെ, അടുത്ത കേറി ടില്ല് 2. കട്ടക്ക് മത്സരിക്കാൻ നിൽക്കുമ്പോ നീയൊക്കെയാണടാ കയറി വരുന്നത്. സാരല്ല, അത് മോശം എന്നല്ല. അല്ല, ടില്ല് 1 കൊള്ളായിരുന്നു. ടില്ല് 2, അതായത് അനുപമ പരമേശ്വരനാണ് ഇതില് സ്പെഷ്യൽ. ആളിത് നായികയായിട്ട് വരുന്നു. സിദ്ധാണ് ഇതില് നായകൻ. എന്തായാലും മാർച്ച് 29-നാണ് സിനിമ റിലീസാവാൻ കാത്തു നിൽക്കുന്നത്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, UA സർട്ടിഫിക്കറ്റ്. ഓക്കെ, കഴിഞ്ഞോ? ആ പോവല്ലേ? ചത്ത് എങ്ങനെ ചാവാതിരിക്കും? ഗോട്ട്, കങ്കുവ, തഗ് ലൈഫ്, തലൈവർ 171, ഐഡന്റിറ്റി, പിന്നെ ഹനുമാൻ, പിന്നെ ജീനി. അപ്പം എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ചൂടെടുത്തിട്ട് കുട്ടിയെ പിടിക്കുന്നത് പോലെ പിടിച്ചിരിക്കുന്നു. ഒക്കെ നമ്മുടെ കുട്ടിയല്ലടാ.